ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഇന്നൊരു ചെറിയ കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ചില വർക്കുകളുണ്ടല്ലോ, നമ്മൾ ചെയ്ത വർക്കാണെങ്കിലും നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന വർക്കുണ്ടല്ലോ, അതുപോലുള്ളൊരു കേക്കാണിത്. പിന്നെ ഇതിൻ്റെ പാക്കിംഗ് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മളുടെ നോർമൽ കേക്കിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, 2 ബോക്സ് യൂസ് ചെയ്യാണ്ട് ഒരു ബോക്സ് വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ഡെക്കറേഷനിലേക്ക് കിടക്കാം. അതിന് മുൻപ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരിക, പാവല്ല ഞാൻ. അപ്പോൾ നമുക്ക് കേക്ക് ഡെക്കറേഷനിൽ കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പിങ്ക് മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1.5 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പം പിങ്ക് കളർ മാത്രമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്, സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ കൊടുത്തിട്ടുള്ളതിലേക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 3 ഡ്രോപ്പ് പിങ്കും ഒരു 1 ഡ്രോപ്പ് ബ്ലൂവും കൂടി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ കൂടുതൽ പിങ്കും കുറച്ച് ബ്ലൂവും കൊടുക്കുക. താഴെയുള്ളതിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഡ്രോപ്പ് ബ്ലൂവും അതുപോലെ 1 ഡ്രോപ്പ് പിങ്കും കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു കളറും കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് പിങ്കും കൂടുതൽ ബ്ലൂവും കൊടുത്താൽ ഈ ഒരു ഷെയ്ഡും കിട്ടും. സംഭവം കത്തിയിട്ടുണ്ടാവുമല്ലോ. നമുക്ക് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിങ്കും ബ്ലൂവും മാത്രമാണ്. ഐസ് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പിങ്ക് ഏത് യൂസ് ചെയ്യാം കേട്ടോ. ബ്ലൂവും ഏത് യൂസ് ചെയ്യാം, നമ്മുടെ നേവി ബ്ലൂ ഒന്നും യൂസ് ചെയ്യേണ്ട, ഐസ് ബ്ലൂവോ അതുപോലെ സ്കൈ ബ്ലൂവോ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിനെ കേക്കിനെ ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഷാർപ്പ് എഡ്ജാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത്. ഷാർപ്പ് എഡ്ജ് ആക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവില്ല എന്ന് വിചാരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് സെറ്റാക്കാം. ഓക്കെ. അപ്പം നമ്മളിതാ ഈ ഒരു ഷാർപ്പ് എഡ്ജ് അതുപോലെ സൈഡ് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ക്രാപ്പർ ഉണ്ടല്ലോ, അത് ഇളക്കാണ്ട് ആ ഒരു വെച്ച ഭാഗത്ത് തന്നെ പിടിക്കുക കേട്ടോ. ടേൺ ടേബിൾ മാത്രം റൊട്ടേറ്റ് ചെയ്യുക, ആ സംഭവം അനക്കി ചെയ്യേണ്ട. അപ്പം കുറച്ച് നമുക്ക് എക്സസ് ആയിട്ടുള്ള ക്രീം മാത്രമേ പോരുള്ളൂ, കേക്കിലെ ക്രീം കംപ്ലീറ്റ് ആയിട്ട് പോരുള്ളൂ കേട്ടോ. കുറേ പേർക്ക് ആ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ സ്ക്രാപ്പർ യൂസ് ചെയ്യുമ്പോൾ ക്രീം മൊത്തം ആ ഒരു സ്ക്രാപ്പറും ഇങ്ങോട്ട് പോരുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്താലേ വരുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഐസിൻ നൈഫ് വെച്ച് ചെയ്യുമ്പോഴും ഐസിൻ നൈഫ് ഞാൻ അനക്കണേ ചെയ്യണില്ല. അതേപോലെ നിങ്ങളും ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതപ്പോൾ ഇതിലൊരു കുറച്ച് ക്രീമല്ലേ വന്നിട്ടുള്ളൂ, അതുപോലെ തന്നെ വരുള്ളൂ കേട്ടോ. മറ്റേത് ഒരുപാട് വരും. നമ്മൾ ആ ഐസിൻ നൈഫ് നമ്മുടെ കേക്കിൻ്റെ കൂടെ ഇങ്ങനെ കറക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രീം പോരും, കേക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഡെക്കറേഷൻ ചെയ്യാം. അത് നമ്മുടെ ബട്ടർഫ്ലൈ വെച്ചിട്ടാണല്ലോ. അപ്പം നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്ന പിക്ക് ഞാൻ ഇതിൻ്റെ ഇവിടെ മുകളിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പിക്കിലുള്ള അതേ ബട്ടർഫ്ലൈസ് നമുക്ക് കേക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു കേക്ക് ഷോപ്പിലേക്ക് ഞാൻ 2 പ്രാവശ്യം 2 ആൾക്കാരെ പറഞ്ഞയച്ചിട്ടോ. പക്ഷേ എന്താ പറയുക, ഒരു ഷോപ്പ് അവധിയാണ്, ഒരു ഷോപ്പിലോട്ട് ഇല്ല, അവിടെ വേറെ ടൈപ്പ് ബട്ടർഫ്ലൈസ് ഉള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല. നമ്മൾ നേരെ പ്രിൻറ്റിങ് ഷോപ്പിലേക്ക് വിളിച്ചിട്ട് അവിടുന്ന് പ്രിൻ്റ് എടുപ്പിക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. അവൻ 2-3 കളറിലുള്ള ബട്ടർഫ്ലൈസിന് നമുക്കൊരു A3-ൻ്റെ ഒരു ചാർട്ട് കിട്ടും, A3 സൈസിൽ. അതിൽ കുറേ ബട്ടർഫ്ലൈസിന് നമുക്ക് ബട്ടർഫ്ലൈ മാത്രമല്ല, നമുക്ക് എന്തൊക്കെയാണോ പ്രിൻ്റ് എടുക്കാനുള്ളത് അതൊക്കെ അവരതിൽ സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഏറെയും സെറ്റ് ചെയ്യിപ്പിച്ച് എടുക്കാറുള്ളത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് ചെയ്തിട്ട് 2-3 കളർ നല്ല മാച്ചിങ് ആയിട്ടുള്ള കളറിനായതുകൊണ്ട് ആ ഒരു കേക്കിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ പാക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു ബോക്സിലോട്ട് കൊള്ളൂല്ല, 2 ബോക്സിലാക്കാനുള്ള സംഭവമായിട്ട് ഇല്ലാതെ വരുമല്ലോ ചില കേക്കുകൾ. ഈ ഒരു കേക്ക് തന്നെ കണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ബോക്സിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലുള്ളൂ, 2 ബോക്സിലാക്കാനില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ സെൻറ്റർ അതിൻ്റെ ആ ഒരു ലിറ്റിൻ്റെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. തിരക്കിനിടയിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.